നമസ്കാരം. അങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽസ് ആരൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ള ഡിസിഷൻസ് ആയിരിക്കുകയാണ്. നമുക്കറിയാം ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു വെൽ എസ്റ്റാബ്ലിഷ് ടൂർണമെൻ്റ് അല്ല. മുമ്പുള്ള ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ടീമുകളെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടായിരുന്നില്ല നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് മാറി. അപ്പോൾ പലരും അതിനൊരു വേറൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറേ ഗെയിമുകൾ എക്സ്ട്രാ വരുന്നു പല ക്ലബ്ബുകൾക്കും, അപ്പോൾ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് കൊണ്ടുപോയി വയ്ക്കുന്നു, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ കളി തുടങ്ങി മേ ബി ആദ്യത്തെ കുറച്ച് കളികളിൽ ആൾക്കാർ നമ്പർ ഓഫ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ലൈവായിട്ട് കളി സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നവർ കുറവായിരുന്നു പല ഗെയിമുകൾക്കും. പക്ഷേ വലിയ വലിയ മാച്ചുകൾക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒരു ആവേശം, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ആവേശം കൂടിക്കൂടി വരികയാണ് ഓരോ ഗെയിമുകൾ കഴിയും തോറും. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം ഈ വെതറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അമേരിക്കയിൽ ഇവിടുത്തെ കാലാവസ്ഥ, നോർത്ത് അമേരിക്കയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും സമ്മറിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ മഴ വരിക, അല്ലെങ്കിൽ തണ്ടർസ്റ്റോം വരിക. മഴയത്ത് കളിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഫുട്ബോളിൽ നമുക്കെല്ലാവർക്കും അറിയാം മഴയത്ത് കളിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ തണ്ടർസ്റ്റോം വരുന്ന സമയത്ത് സേഫ്റ്റി ആസ്പെക്റ്റ് കാരണം കളി നിർത്തിവെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളിയുടെ ഒരു ഫ്ലോ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ ചെൽസിയും ബെൻഫിക്കയും തമ്മിലുള്ള മത്സരം ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം എക്സ്ട്രാ ടൈം പോയി. അപ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദറ്റ് ഗെയിം അത് ഓൾമോസ്റ്റ് ഒരു 4 hours വന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിനെ തളർത്തുന്ന ഒരുതരം കാര്യങ്ങളാണ്. പക്ഷേ അത് പല കാര്യത്തിലും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് കാലാവസ്ഥ. പക്ഷേ ഇതൊരു റൈറ്റ് പ്ലേസ് ആണോ ക്ലബ് വേൾഡ് കപ്പ് പോലെയോ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടത്താൻ പറ്റിയൊരു റൈറ്റ് പ്ലേസ് ആണോ അമേരിക്ക, അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക, കാനഡ, ഈ ഏരിയ എന്നുള്ള ഒരു ഡിസ്കഷൻ പല കോണുകളിൽ നിന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ ആണെങ്കിൽ പോലും കളിയുടെ ആവേശത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്വാർട്ടറിൻ്റെ ഒരു ലൈനപ്പ്, അല്ലെങ്കിൽ ആർക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ള ഒരു ബ്രാക്കറ്റ് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ ടൈകളെല്ലാം ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. പ്രീ ക്വാർട്ടറിൽ നമുക്കറിയാം 8 മത്സരങ്ങൾ നടന്നതിൽ ഒരു ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പൽമാറസ് ബൊട്ടഫാഗനെ തോപ്പിച്ചു. അതിനുശേഷം അവർ റൗണ്ട് ഓഫ് 16 നിന്ന് ക്വാർട്ടറിലേക്ക് എത്തി. ചെൽസി ബെൻഫിക്കനെ തോപ്പിച്ചുകൊണ്ട് അവരും എത്തിയിരിക്കുകയാണ്. മറ്റൊരു മത്സരത്തിൽ അതിശക്തരായ ഇന്റർ മിലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ തൊട്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG ഏറ്റുമുട്ടിയ ടീമാണ്. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം ടോപ്പ് ലെവലിൽ കളിക്കുന്ന ഒരു ടീമിനെ ഫ്ലൂമിനൻസെ എന്ന് പറയുന്ന തിയാഗോ സിൽവ നയിക്കുന്ന ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നു. തിയാഗോ സിൽവയെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു ലെജൻഡറി പ്ലെയറാണ്. ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ PSG വേണ്ടി കളിച്ചിട്ടുള്ള, ചെൽസിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് 2021 നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ടീം, ഫ്ലൂമിനൻസെ എന്ന് പറയുന്ന ടീം ഇന്റർ മിലാനെ 2-0 തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് ഇൻസാഗി അൽ ഹിലാലിലേക്ക് മൂവ് ചെയ്തു. അവിടെ ഒരു പുതിയ കോച്ചാണ്. പിന്നെ അവരുടെ ടീം ഒരു ഏജിങ് ഗ്രൂപ്പാണെന്ന് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു റീബിൽഡ് ആവശ്യമായിട്ടുള്ളൊരു ടീമാണ്. എങ്കിൽ പോലും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്ലൂമിനൻസെ വന്നിരിക്കുന്നു. അതുപോലെ മറ്റൊരു മത്സരത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഒരു കറുത്ത കുതിരകളായിക്കൊണ്ട് അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ജയന്റ് ടീമിനെ, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. കുറേ വർഷങ്ങളായിട്ട് അവർ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീമിയർ ലീഗിലാണെങ്കിലും 4 പ്രീമിയർ ലീഗുകൾ ബാക്ക് ടു ബാക്ക് കപ്പടിക്കുകയും 2021 ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയൊക്കെ ചെയ്ത സിറ്റിയെ 4-3 അവർ എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അൽ ഹിലാൽ കറുത്ത കുതിരകളായിക്കൊണ്ട് ഈ ടൂർണമെൻറ്റിൽ അവരും റൗണ്ട് ഓഫ് 16 ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സൈഡിലുള്ള, അതായത് 2 ഫിക്സറുകൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ, മത്സരത്തിൻ്റെ ഒരു സൈഡിൽ, ഈ സൈഡിലുള്ള മത്സരങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ പൽമറാസും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതുപോലെ തന്നെ
ഫ്ലുമിനൻസെയും അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവർ തമ്മിലുള്ള വിജയികൾ തമ്മിലായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാവുക. അപ്പുറത്തെ സൈഡിലും മത്സരങ്ങൾ രസകരമായിട്ടുള്ള ശക്തമായ മത്സരങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിലതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. നമുക്കറിയാം ഇന്റർ മിയാമി എന്ന് പറയുന്നത് മെസ്സി കളിക്കുന്ന ടീമാണെങ്കിൽ പോലും അത് PSG പോലുള്ളൊരു ടീമിനെതിരായിട്ട് അത്രത്തോളം ശക്തമായ മത്സരം ഉയർത്താനുള്ള അത്രത്തോളം ഒരു സ്ട്രെങ്ത് അവർക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ തന്നെ സംഭവിച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോളുകൾ നേടി PSG അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് സ്ലോ ഡൗൺ ആയി. അങ്ങനെ അവർ സ്ലോ ഡൗൺ ആക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ അവർ PSG അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് ക്വാർട്ടറിലേക്ക്. അതുപോലെ മറ്റൊരു മത്സരത്തിൽ ബയൺ മ്യൂണിക് എന്ന് പറയുന്ന ഫ്ലെമിംഗോ എന്ന് പറയുന്ന ക്ലബിനെ, അതായത് ബ്രസീലിലെ മറ്റൊരു ക്ലബ്ബായ ഫ്ലെമിംഗോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബയൺ 4-2 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ ഫ്ലെമിംഗോനെ സംബന്ധിച്ചറിയാം, ചെൽസിയും ഫ്ലെമിംഗോയും ഒരു ഗ്രൂപ്പിലായിരുന്നു. അവർ ഗ്രൂപ്പ് ടോപ്പർ ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ബ്രാക്കറ്റിലേക്ക്, അതായത് ഇപ്പോഴത്തെ സൈഡിലേക്കുള്ള ഫിക്ചറിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ ഒരു കണക്കിന് ചെൽസി അവിടെ ഭാഗ്യം കൊണ്ടാണ് ഒരുപക്ഷെ രണ്ടാമതായത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ടീമുകളും നോക്കൗട്ടിൽ എത്തുമ്പോൾ ശക്തമായി കളിക്കും. എങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫിക്സ്ചർ അവർക്ക് കിട്ടിയത് അതുകൊണ്ടാണെന്ന് പറയാം. അപ്പം അങ്ങനെ ഈ ബയൺ ഫ്ലെമിംഗോ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് അവരും ക്വാർട്ടറിലെത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം അവിടെ നടന്ന മറ്റ് മത്സരങ്ങളെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ്. അവിടെ റയൽ മാഡ്രിഡ് യുവൻറ്റസിനെ 1-0 തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് അഡ്വാൻസ് ചെയ്തു. പിന്നെ നടന്നൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നടന്ന മത്സരമാണ്. അതിനകത്ത് ബൊറൂസിയ ഡോർട്ട്മണ്ട് മോണ്ടെറോ എന്ന് പറയുന്ന ടീമിനെ, അവർ മെക്സിക്കൻ ടീമാണ്, നമുക്കറിയാം സെർജിയോ റാമോസ് എന്ന രാമേട്ടൻ നയിക്കുന്ന ടീം, അവരെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നല്ല ക്ലച്ച് ഗോളുകളൊക്കെ അടിച്ച് അദ്ദേഹവും ഒരു ലെജൻഡറി പ്ലെയറാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി എത്രയോ വർഷങ്ങൾ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് കളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിലും ഒരു ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലും അദ്ദേഹം നടത്തുന്ന ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ എത്രയോ തവണ റയലിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നയിച്ച ആ ടീമിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് ബൊറൂസിയ ഡോർട്ട്മണ്ടും ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ബൊറൂസിയ ഡോർട്ട്മണ്ടും ജയിച്ച് ക്വാർട്ടറിലെത്തി. അവർ കളിക്കുന്നത് റയൽ മാഡ്രിഡുമായിട്ടാണ് അവർ ക്വാർട്ടറിൽ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ PSG-യും ബയൺ മ്യൂണിക്കും അവർ തമ്മിലാണ് അടുത്തൊരു ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത്. നമുക്കറിയാം PSG-യും ബയൺ മ്യൂണിക്കും യൂറോപ്പിലെ ലെജൻഡറി ക്ലബ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ജയന്റ് ക്ലബ്സ് ആണ്. അത്രത്തോളം പോരാട്ട വീര്യം കാഴ്ചവെക്കുകയും പല സമയങ്ങളിലായി പലതരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയൊക്കെ ചെയ്തതാണ്. PSG ആദ്യമായിട്ടാണ് ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതെങ്കിലും അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഫോം എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോമിലാണ്, ഒരു സ്പെക്ടാക്കുലർ ഫോമിലാണ് നിൽക്കുന്നത്. ബയണും അതുപോലെ തന്നെ ഹാരി കെയ്നും അവരെല്ലാവരും ചേർന്നിട്ടുള്ള ശക്തമായ രീതിയിലാണ് അവരുടെ ഈ റീസെൻറ്റ് കളികളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവരിൽ ഒരാൾ പുറത്താകും. അപ്പോൾ ഇങ്ങനെയാണ് ക്വാർട്ടർ അവർ തമ്മിൽ ജയിക്കുന്നത്. PSG-യും ബയണും തമ്മിൽ ജയിക്കുന്നവരുമാണ് റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ബൊറൂസിയ ഡോർട്ട്മണ്ടും തമ്മിൽ ജയിക്കുന്നവരും തമ്മിലായിരിക്കും സെമി ഫൈനൽസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫിക്സ്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ടൂർണമെൻറ്റ് തീരും. കാരണം ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് പോലെ തന്നെ, അത് ഇൻ്റർനാഷണൽ നമ്മൾ കാണുന്ന വേൾഡ് കപ്പ് പോലെ തന്നെ ഒരു 1 മന്തിനുള്ളിലാണ് കളികളെല്ലാം തീരുന്നത്. ജൂൺ 14 സ്റ്റാർട്ട് ചെയ്യുന്നു, ജൂലൈ 13 തോന്നുന്നു ഫൈനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കളികൾ കഴിയും. അപ്പോൾ ഇനിയും കറുത്ത കുതിരകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ടീമുകൾക്ക് ഇപ്പം അൽ ഹിലാലിൻ്റെ ഒക്കെ യാത്ര എന്ന് പറയുന്നത് ശക്തമായിട്ട് തന്നെ അവർ വരുന്നു. ഫ്ലുമിനൻസെ നന്നായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടീമുകളെല്ലാം ഇപ്പോൾ ചെൽസിക്ക് ഒരിക്കലും ഈസി ആയിരിക്കില്ല പാൽമെറാസുമായിട്ടുള്ള കളി. കാരണം അവിടെയും ശക്തമായിട്ടുള്ള ബ്രസീൽ ടീമുകൾ, സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീൽ ടീമുകൾ നന്നായിട്ട് തന്നെയാണ് ഈ ടൂർണമെൻറ്റുകളെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഏഷ്യയിൽ നിന്നുള്ളതാണ് അൽ ഹിലാൽ. അപ്പോൾ എന്തൊക്കെയാണ് അൽ ഹിലാലിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരു ഏഷ്യൻ ടീമാണെന്ന് പറയുമ്പോൾ പോലും അതിനകത്തുള്ള പ്ലെയേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നുള്ള നല്ല ശക്തരായ പ്ലെയേഴ്സാണ് അവിടെ കളിക്കുന്നത്. ഇപ്പോൾ റൂബൻ നവാസിനെ പോലെയുള്ള പ്ലെയർ, അല്ലെങ്കിൽ ജോ കോൺസലോനെ പോലെയുള്ള പ്ലെയർ, അതുപോലെ തന്നെ ലോഡിനെ പോലെയുള്ള പ്ലെയർ, കുലിബാലി, ഇങ്ങനെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ് അവർക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ ഈ മത്സരങ്ങളെല്ലാം, ഇനിയുള്ള മത്സരങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ചെൽസി വേഴ്സസ് പാൽമെറാസ്, അവിടെ അൽ ഹിലാൽ വേഴ്സസ് ഫ്ലുമിനൻസെ, അതൊരു സൈഡിൽ അവർ തമ്മിൽ വിജയിക്കുന്ന ഒരു സെമി ഫൈനൽ ഏറ്റുമുട്ടുന്നു. അപ്പുറത്തെ സൈഡിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മണ്ട്, PSG വേഴ്സസ് ബയൺ, അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നവരുമായിട്ട് സെമിയിൽ അവർ വരുന്നു.
സോറി, അവരിൽ വിജയിക്കുന്നവർ തമ്മിൽ സെമിയിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ അതിനുശേഷം ഫൈനൽസ്. അപ്പം അങ്ങനെയാണ് കളികൾ. അപ്പോൾ ശക്തമായ ഈ മത്സരങ്ങളെല്ലാം നമ്മളിങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നമസ്കാരം. ഓക്കെ ആണോ?